അപ്പു ജോൺ ജോസഫിനെ UDF ഉന്നതാധികാര സമിതിയിലോ അല്ലെങ്കിൽ UDF സെക്രട്ടറിയോ ആക്കണമെന്ന് PJ ജോസഫ്. നേരത്തെ ജോണി നെല്ലൂർ ആയിരുന്നു UDF സെക്രട്ടറി. എന്നാൽ ജോണി നെല്ലൂർ പിന്നീട് ജോസ് വിഭാഗത്തിൽ ചേർന്നു. അതിനാൽ UDFിലെ മികച്ച സ്ഥാനത്ത് തന്റെ മകനെ പ്രതിഷ്ഠിക്കണമെന്നാണ് PJ ജോസഫിന്റെ ആവശ്യം. എന്നാൽ ഈ നീക്കത്തിന് എതിര് നിൽക്കുകയാണ് മോൻസ് ജോസഫ് MLAയും കൂട്ടരും. ജോസഫ് ഗ്രൂപ്പിലെ ഏറ്റവും സീനിയർ താനാണെന്നാണ് മോൻസിന്റെ അവകാശവാദം. ഇന്നലകളിൽ കയറി വന്നവർ തലയ്ക്ക് മുകളിൽ വളരേണ്ട കാര്യമില്ല എന്നാണ് മോൻസ് വിഭാഗം പറയുന്നത്. അടുത്ത നിയമസഭാ ഇലക്ഷനിൽ തൊടുപുഴയിൽ മകനെ മത്സരിപ്പിച്ച് മന്ത്രിയാക്കുക എന്നതാണ് PJ ജോസഫിന്റെ ലക്ഷ്യം. എന്നാൽ ആ നീക്കവും പൊളിക്കുമെന്നാണ് മോൻസ് വിഭാഗം പറയുന്നത്. പാർട്ടിയിൽ നിലവിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് PJ ജോസഫും മോൻസ് ജോസഫും കൂടിയാണ്. ഇനിയും അങ്ങനെ തന്നെ മതിയെന്ന നിലപാടിലാണ് മോൻസ് പക്ഷം. PJ ജോസഫ് മത്സരിക്കുന്നില്ലെങ്കിൽ മന്ത്രിസ്ഥാനം തനിക്ക് തന്നെ ലഭിക്കണമെന്ന നിലപാടിലാണ് മോൻസ് ജോസഫ്. എന്നാൽ PJയുടെ മകൻ മത്സരിക്കുന്നതിലും ഇടുക്കിയിൽ നിന്നും കടുത്ത എതിർപ്പാണ് നേരിടുന്നത്. യൂത്ത് ഫ്രണ്ടിൽ പോലും പ്രവർത്തിക്കാത്ത അപ്പു ഇപ്പോൾ നേരിട്ട് MLA സീറ്റ് ചോദിക്കുന്നത് എന്ത് നീതി എന്നാണ് ഒരു വിഭാഗം ചോദിക്കുന്നത്. തൊടുപുഴ സീറ്റിനായി TU കുരുവിള, MK ജേക്കബ് എന്നിവരും കളത്തിലുണ്ട്. UDF അധികാരത്തിൽ വന്നാൽ ജോസഫ് ഗ്രൂപ്പിന് ലഭിക്കുന്ന മന്ത്രിസ്ഥാനം തനിക്ക് ലഭിക്കുമെന്ന വിശ്വാസത്തിലായിരുന്നു ഇതുവരെ മോൻസ് ജോസഫ്. എന്നാൽ അപ്പു പാർട്ടിയുടെ തലപ്പത്തെത്തിയതോടെ തന്റെ സ്വപ്നങ്ങൾ പൊലിയുമോ എന്ന ആശങ്കയിലാണ് മോൻസ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അപ്പുവിനെ ഒഴിവാക്കുവാനുള്ള ശ്രമങ്ങളാണ് മോൻസും കൂട്ടരും നടത്തുന്നത്. തൊടുപുഴ സീറ്റ് അപ്പുവിന് നൽകാതിരിക്കുന്നതിനായി ജോസഫ് ഗ്രൂപ്പിലെ സമാന മനസ്കരുടെ ഒരു കുറുമുന്നണി ഉണ്ടാക്കി അപ്പുവിനെ തടയുന്നതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഈ ശ്രമങ്ങൾ പാർട്ടിയെ വീണ്ടും ഒരു പിളർപ്പിലേക്കാണ് നയിക്കുന്നതെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.